അമ്മേ, അമ്മ എവിടെയാണമ്മേ? അമ്മ പോയതിൽ പിന്നെ ഞാൻ ഒരുപാട് മാറിപ്പോയി അമ്മേ. അടുക്കളപ്പുറത്തുള്ള ഈ ചെറിയ മുറിയിലാണ് അമ്മേ ഞാൻ കിടക്കുന്നത്. ഇരുട്ടും മഴയും ഇടിമിന്നലും പേടിപ്പിക്കാനെത്തുന്ന രാത്രിയിലൊന്നും ഞാൻ ഉറങ്ങാറില്ലമ്മേ. മഴ ആർത്തലിച്ചു വീഴുമ്പോഴൊക്കെ ഞാൻ പുതപ്പ് തലവഴി മൂടി കണ്ണടച്ചു കിടക്കും അമ്മേ. രാത്രി ഉറങ്ങാതെ കണ്ണടച്ചു കിടക്കുമ്പോൾ അമ്മയെ ഓർമ്മ വരും. അമ്മയും അച്ഛനും നമ്മുടെ ആ കൊച്ചു വീടും എന്തു രസമായിരുന്നു അമ്മേ. അമ്മ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ കാലം, ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളും അമ്മയുടെ മോനൂട്ടന് സന്തോഷത്തിൻ്റെ ഉത്സവങ്ങളായിരുന്നു. അമ്മ പോയതോടെ ജീവിതത്തിൽ നിന്ന് ആഘോഷവും സന്തോഷവും ഇല്ലാതായി പോയി അമ്മേ. എന്തു ഭംഗിയാ എൻ്റെ മോനൂട്ടൻ്റെ ചിരിക്കെന്ന് അമ്മ പറയാറില്ലേ? അമ്മ പോയതോടെ മോനൂട്ടൻ ചിരിക്കാനൊക്കെ മറന്നുപോയി. സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ ടീച്ചർ കളിയാക്കും. മോനൂട്ടൻ ചിരിക്കാത്ത കുട്ടിയാണോ എന്ന് ചോദിച്ചു. എനിക്ക് ചിരി വരുന്നില്ല അമ്മേ. അമ്മേ, സ്കൂൾ തുറക്കാനാവുന്നു. കുഞ്ഞോൾക്കും പപ്പൂസിനും ഇന്നലെ അച്ഛനും ചെറിയമ്മയും പുതിയ ബാഗും കുടയും ചെരുപ്പും വാങ്ങി. മോനൂട്ടന് മാത്രം പഴയ ബാഗും ചെരുപ്പും കുടയും. മോനൂട്ടൻ്റെ ബാഗ് കീറിയതാണമ്മേ. ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ നേരം തുന്നിപ്പിടിപ്പിക്കാൻ നോക്കിയതാണമ്മേ. എൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് പറ്റുന്നില്ലമ്മേ. പുതിയ ബാഗ് വേണമെന്ന് അച്ഛനോട് പറയാൻ പേടിയാണമ്മേ. ചെറിയമ്മ അറിഞ്ഞാൽ വഴക്ക് പറയും. അമ്മേ, നമ്മുടെ അച്ഛൻ ഒത്തിരി മാറിപ്പോയി. ചെറിയമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷം മോനൂട്ടനോട് ഇപ്പോൾ മിണ്ടാറില്ല, ചിരിക്കാറില്ല. മോനൂട്ടൻ്റെ അടുത്ത് വന്നിരിക്കാറുമില്ല. മോനൂട്ടനെ സ്നേഹത്തോടെ ഒന്നും വിളിക്കാറ് പോലുമില്ല. കുഞ്ഞോളെയും പപ്പൂസിനെയും കൊണ്ട് അച്ഛനും ചെറിയമ്മയും പുറത്തു പോകുമ്പോൾ പോരുന്നോ എന്ന് മോനൂട്ടനോട് ആരും ചോദിക്കാറില്ല. അവര് പോകുന്നത് കൊതിയോടെ കണ്ണു നിറഞ്ഞ് മോനൂട്ടൻ നോക്കി നിൽക്കും. അവരും പുറത്തു പോയാൽ വിശേഷങ്ങളൊക്കെ കുഞ്ഞോളും പപ്പൂസും പറഞ്ഞു കേൾക്കുമ്പോൾ മോനൂട്ടന് സങ്കടം വരും. അമ്മേ, ഇന്നിവിടെ മോനൂട്ടൻ ഒറ്റയ്ക്കാണമ്മേ. എല്ലാവരും കൂടെ അച്ഛൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയതാ. വൈകിട്ടേ വരൂ. വൈകുന്നേരം വരുമ്പോൾ മോനൂട്ടന് ബിരിയാണി കൊണ്ടുവരാമെന്ന് കുഞ്ഞോളും പപ്പൂസും പറഞ്ഞിട്ടുണ്ട്. ഇന്നാളൊരു ദിവസം പുറത്തു പോയി വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു അമ്മേ. അന്ന് കുഞ്ഞോളും പപ്പൂസും കഴിച്ചതിൻ്റെ ബാക്കി ചെറിയമ്മ എനിക്കും തന്നമ്മേ. നല്ല രുചിയുണ്ടായിരുന്നു. മോനൂട്ടന് ഇച്ചിരിയേ കിട്ടിയുള്ളൂ, എന്നാലും നല്ല രുചിയായിരുന്നു. അമ്മേ, അമ്മയോട് മോനൂട്ടന് പിടക്കമാണമ്മേ. അമ്മ എവിടെ പോയാലും മോനൂട്ടനെയും കൊണ്ടുപോകുമായിരുന്നല്ലോ. കല്യാണത്തിൽ പോകുമ്പോൾ, പാർക്കിൽ പോകുമ്പോൾ, ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ, ആശുപത്രിയിൽ പോകുമ്പോൾ എല്ലാം. പക്ഷേ അമ്മ വെള്ളം ഉടുപ്പിട്ട് യാത്ര പോലും പറയാതെ ഒരു ദിവസം ഇറങ്ങിപ്പോയില്ലേ? അന്നു മാത്രം മോനൂട്ടനെ കൂടെ കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ടല്ലേ അമ്മേ മോനൂട്ടൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കായി പോയത്? ചെറിയമ്മ കുഞ്ഞോളെയും പപ്പൂസിനെയും കുളിപ്പിക്കുന്നത് കാണുമ്പോൾ, ഡ്രസ്സിട്ട് കൊടുക്കുന്നതും ഭക്ഷണം വാരിക്കൊടുക്കുന്നതും കാണുമ്പോൾ മോനൂട്ടൻ്റെ കണ്ണു നിറഞ്ഞ സങ്കടം വരും. അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് അറിയാതെ കൊതിച്ചു പോകും. ചെറിയമ്മ മോനൂട്ടനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞു കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ദേഷ്യം തീരുന്നതുവരെ ദേഹമാസകലം
ഒതിരെ തല്ലി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചെറിയമ്മയോട് മോനൂട്ടന് പിണക്കമൊന്നുമില്ലാട്ടോ. ചിലപ്പോഴൊക്കെ ചെറിയമ്മയുടെ കൈ പിടിച്ചു നടക്കാനും ആ മടിയിൽ കിടക്കാനും മോനൂട്ടൻ അറിയാതെ കൊതിച്ചു പോകുന്നുണ്ടമ്മേ. അമ്മേ, ഒരുപാടൊന്നും എന്നെ സ്നേഹിക്കണ്ട അമ്മേ. അച്ഛൻ കൊണ്ടുവരുന്ന മസാല ദോശയിൽ നിന്ന് അല്പം വേണോ എന്ന് ചോദിച്ചാൽ മതി. രാവിലെ എണീക്കാൻ ഒന്ന് വിളിച്ചുണർത്തിയാൽ മതി. കുളിച്ചു വരുമ്പോൾ ഒന്ന് തലതോർത്ത് തന്നാൽ മതി. ചൂടുദോശ ചുടുമ്പോൾ ഒരെണ്ണം എടുത്ത് ഒരൽപ്പം പഞ്ചസാര ഇട്ട് തന്നാൽ മതി. സ്കൂളിൽ പോയി വരുമ്പോൾ വരാന്തയിലൊന്ന് കാത്തു നിന്നാൽ മതി. ഒരൽപ്പം താമസിച്ചാൽ ഒന്ന് സ്നേഹത്തോടെ വഴക്കു പറഞ്ഞാൽ മതി. ഒരു പനി വന്നാൽ നെറ്റിയിൽ തൊട്ടൊന്ന് നോക്കിയാൽ മതി. ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ അറിയാതെ ഒരു പുതപ്പു മേലെ ഇട്ടൊന്ന് തന്നാൽ മതി. ഞാൻ ഉറങ്ങി എന്ന് വിചാരിച്ച് നെറ്റിയിൽ ഒരു ചെറിയ ഉമ്മ തന്നാൽ മതി. ഇത്രയും മതി അമ്മേ. ഇതിനപ്പുറം ഒന്നും വേണ്ട അമ്മേ ഈ മോനൂട്ടന്. അമ്മേ, രാത്രി ആവാറാകുന്നു. നല്ല മഴ വീഴുന്നുണ്ട്. അച്ഛനും ചെറിയമ്മയും കുഞ്ഞോളും പപ്പൂസും ഇതുവരെ വന്നിട്ടില്ല. ഒത്തിരി നേരമായി അവര് വരുന്നതും നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്. പുറത്തു നല്ല ഇരുട്ടാണ്. മോനൂട്ടന് വിശക്കുന്നുണ്ടമ്മേ. ചെറിയമ്മ ഇല്ലാത്തതുകൊണ്ട് ഇന്നുച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലമ്മേ. അമ്മേ, അമ്മയെ കാണാൻ തോന്നുന്നു അമ്മേ. അമ്മയുടെ മടിയിൽ കിടക്കാൻ തോന്നുന്നു അമ്മേ. മോനൂട്ടൻ കണ്ണടച്ചു കിടന്നാൽ അമ്മ വരുമോ മോനൂട്ടൻ്റെ അടുത്തേക്ക്? ഇത്തിരി നേരത്തേക്കെങ്കിലും ഒരിക്കലെങ്കിലും